രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ സർക്കാർ കോടതിയിലേക്ക്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് പദവിയിൽ തുടരാൻ തടസ്സമില്ല എന്നാണ് സർക്കാർ നിലപാട്. തനിക്കെതിരെയുള്ള നടപടി തള്ളി ഡോക്ടർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി. പ്രതിഷേധങ്ങൾക്കിടെ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസും സർവകലാശാലയിലെത്തി. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സർക്കാർ തീരുമാനം. VC ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ പെടാത്ത കാര്യമാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് അത് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് യാതൊരു തടസ്സവുമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഷൻ നടപടി തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. സർവകലാശാലയിലേക്ക് എത്തിയെങ്കിലും ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുത്തില്ല. പകരം ചുമതല നൽകിയ ജോയിന്റ് രജിസ്ട്രാർ ഇന്ന് അവധിയെടുത്തു. വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളുണ്ട്. ഷോ കോസ് നോട്ടീസ് കൊടുക്കണം. ഇതൊരു റിപ്പോർട്ട് മേടിച്ചിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം മുഴുവൻ സിൻഡിക്കേറ്റിന്റെ അധികാരം അദ്ദേഹം ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ തന്നെ ആക്ടിൽ പറയുന്ന, സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിയമവിരുദ്ധമാണ്. രജിസ്ട്രാറെ പിന്തുണച്ച് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഇടതു സംഘടനകൾ പ്രതിഷേധിച്ചു. സർവകലാശാല ആസ്ഥാനത്തിന് മുകളിൽ ഭരണഘടനയുടെ പുറംചട്ടം ഉയർത്തി SFIയും പ്രതിഷേധിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല ലഭിച്ച ഡിജിറ്റൽ സർവകലാശാല VC സിസ തോമസ് സർവകലാശാലയിലെത്തി സ്ഥാനമേറ്റു. മോഹനൻ കുന്നുമൽ റഷ്യയിൽ പോയ സാഹചര്യത്തിൽ ഈ മാസം 8 വരെയാണ് അധിക ചുമതല. 24 തിരുവനന്തപുരം.